ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു ജനറേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2000-ന് ശേഷം ജനിച്ച കുട്ടികളൊക്കെ, അതായത് 2K എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ നിലവിൽ എയറിലാണ്. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിൽ പല പ്രശ്നങ്ങളും നടക്കുന്നു. ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിൽ 5 പേരെ കൂട്ടക്കൊല ചെയ്ത ചെറുക്കൻ, അതേപോലെ താമരശ്ശേരിയിലെ വിഷയം, ഒരു പയ്യനെ അടിച്ചു വന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2000-ന് ശേഷം ജനിച്ച കുട്ടികളൊക്കെ നിലവിൽ എയറിലാണ് കേരളത്തിൽ. അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു ജനറേഷനിലെ എല്ലാവരെയും ട്രോളുന്നത്, ആ ഒരു ജനറേഷൻ എല്ലാ കുട്ടികളും പ്രശ്നക്കാരാണെന്നൊന്നുമില്ല കേട്ടോ. അതിൽ ഒരുപാട് എന്താ പറയുക, തങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ജനറേഷൻപ്പെട്ട കുട്ടികൾ എന്താ പറയുക, നമ്മൾ മൊത്തത്തിൽ അങ്ങനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരൊക്കെ പ്രശ്നക്കാരാണ്, അവർ ഇനി വരുന്ന തലമുറക്ക് പ്രശ്നങ്ങളാണെന്നും നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. അവരിൽ കൂടുതലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് ശരിയാണ്, സത്യമുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ കഴിഞ്ഞടുത്ത വാർത്തകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന പല വാർത്തകളും വരികയും ചെയ്യുന്നുണ്ട്. ഇന്നലേറ്റൊക്കെ ഇനി വന്നുകൊടുക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. ഇവരിങ്ങനെ ആവുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവരുടെ പ്ലസ്സും അവരുടെ ക്വാളിറ്റീസും അവരുടെ നെഗറ്റീവും ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറ്റേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ പാരൻസിൻ്റെ ആണ്, നാട്ടുകാരുടെ ആണ്, അതേപോലെ അവരുടെ സ്കൂളിലെ കാര്യങ്ങളും സ്കൂൾ ടീച്ചേഴ്സും സ്കൂളൊക്കെ ചേർന്നിട്ടാണ് ഇതൊക്കെ മാറ്റേണ്ടത്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടത് എല്ലാവരും ഒന്നിച്ചുള്ളൊരു ഉത്തരവാദിത്തം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ജനറേഷൻ്റെ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടാണ് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. പണ്ടത്തെ പോലെയല്ല. അവർക്ക് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ചെറുപ്രായത്തിൽ തന്നെ സ്മാർട്ട് ഫോൺ കിട്ടും. പണ്ടത്തെ പോലെ ഈ 90s കിഡ്സിൻ്റെ ഒക്കെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫോൺ കാണാൻ കിട്ടുന്നത് തന്നെ ഒരുപാട് കാലം ശേഷമാണ്. കാരണം വെച്ചാൽ അവരൊരു 20 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവർക്കൊന്ന് വീട്ടിൽ തന്നെ ഫോൺ കാണാൻ കിട്ടുന്നത്. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. അവർക്ക് സ്റ്റഡി ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും അതെന്തായാലും സ്മാർട്ട് ഫോൺ ആവശ്യമാണ്. ആ സ്മാർട്ട് ഫോണിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആ ഒരു ഇതുകൊണ്ട് തന്നെ അവർക്ക് പല കോണ്ടാക്റ്റുകളും എങ്ങനെ പോയാലും അവർക്ക് എല്ലാ സൗകര്യങ്ങളും അതിലൂടെ ലഭിക്കുന്നുണ്ട്. മുൻപത്തെ കുട്ടികളെ അപേക്ഷിച്ചിട്ട് ഇന്നത്തെ കാലത്ത് അവർക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലത്തെ പാരൻസ് ഒന്നല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ള പാരൻസ് കുറച്ചും കൂടി ഒരു ഫ്രീഡമൊക്കെ കൊടുക്കുന്ന ടീംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ആ ഒരു രീതിയിൽ, കാരണം അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ പിടിച്ചു കെട്ടി നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. അവർ അവരുടെ ഇഷ്ടത്തിന് പോവും. അവർക്ക് എന്താ വീട്ടുകാർക്ക് അറിയത്തില്ല അവരെന്താ പുറത്ത് ചെയ്യുന്നത്. ആ ഒരു സ്മാർട്ട് ഫോണ് അതുപോലുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളും ഇഷ്ടംപോലെ സൗഹൃദങ്ങളും പുറത്തു നിന്നും അവർ സ്കൂളിൽ നിന്നൊക്കെ അവർക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഏകദേശം ഒന്നിൽ തന്നെ ചുരുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞ പോലെ ഫോണാണ്. ഈ ഒരു ഫോൺ കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു കോൺടാക്റ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവർക്ക് പണ്ടത്തെ പോലത്തെ ഒന്നല്ല. ഇപ്പോൾ ഇഷ്ടംമാതിരി സുഹൃത്തുക്കളും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഗേൾസിലായാലും ബോയ്സിലൊക്കെ ആയാലും. അപ്പോൾ ഈ സ്മാർട്ട് ഫോണൊക്കെ ആകുമ്പോൾ അതിൽ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എന്ത് കോണ്ടാക്റ്റുകളും അവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ ഒരു ലോകം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് അവരുടെ മെയിൻ. അവരുടെ എല്ലാം ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ അതിലാണ് അവരുടെ ലോകം മൊത്തം. അവർക്ക് ഈ പുറത്ത് കിടക്കുന്ന എന്താ, നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അവർക്കൊരു പിടുത്തമില്ല. അവരുടെ ജീവിതം ക്ലാസ്സിന് പോകണം, ഫ്രണ്ട്സിനോട് അടിച്ചു പൊളിക്കണം, പ്രേമിക്കണം, ഇതൊക്കെ തന്നെയാണ് 2Kയുടെ മെയിൻ ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയത്തോളം എൻ്റെ ചുറ്റിലുള്ള 2K, എനിക്ക് 2Kയിൽ തന്നെ ഒരുപാട്, ഞാൻ 90s ആയതുകൊണ്ട് എനിക്ക് 2Kയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ലക്ഷ്യം ഇത് മാത്രമാണ്. കാരണം അവർക്ക് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേരെന്താ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പേരെന്താണെന്നും അവർക്കറിയത്തില്ല. ഇത് രണ്ടുപേരും ഒരാളാണ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ അവർക്കറിയത്തില്ല. അതേപോലെ മറ്റുള്ള വകുപ്പുകളിലെ MLA-മാരെ കുറിച്ചോ അല്ലെങ്കിൽ മന്ത്രിമാരെ കുറിച്ചുള്ള ഒന്നും ഇവർക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ ഇത് സ്കൂളിലൊരു വ്യക്തമായൊരു അവയർനെസ് പിള്ളേർക്ക് എന്തായാലും കൊടുക്കേണ്ട ഒരു കാലം തന്നെയാണ്. എന്തൊക്കെയാണ് അതൊക്കെ പാഠവിഭാഗത്തിൽ കൊണ്ടുവരേണ്ട കാലം ഒരുപാട് ടൈം അത് അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം സ്കൂളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഏറ്റെടുത്തിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പണ്ടത്തെ പിള്ളേരെ പോലെയൊന്നും ഇവർ നിൽക്കാൻ പോകുന്നില്ല. അതിനായിട്ടൊരു വലിയൊരു അവയർനെസ് തന്നെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവരൊക്കെ എന്തായാലും ആരും വിചാരിച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന പിള്ളേരെന്നല്ല. അവർക്ക് നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മൾ എന്താ അവർക്ക് സംഭവിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാവത്തില്ല. ഒരുപാട് വീട്ടുകാർക്ക് ചിലപ്പോൾ വീട്ടുകാർ പോലീസൊക്കെ അല്ലെങ്കിൽ സ്കൂളൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും തങ്ങളെ മക്കൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടു, ഇങ്ങനെ ഒരു ലഹരി കേസിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ അടിപിടി ഉണ്ടായി. ഇതൊക്കെ അറിയുന്നത് തന്നെ പാരൻസ് മനസ്സിലാക്കുന്നത് ചിലപ്പം പോലീസോ അല്ലെങ്കിൽ സ്കൂൾ
അധികൃതരുമായിട്ട് വിളിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ അറിയുന്നത്. ഇതിൽ പിള്ളേർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രത്യേകതര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്പോർട്സിൽ മെയിനായിട്ട് ഇവരെ കൊണ്ടുവരണം. അതേപോലെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട്, ആർട്ട് പരിപാടി കാര്യങ്ങളൊക്കെയായിട്ട് കൂടുതലായിട്ട് ഇവരെ ഒന്ന് ആ ഒരു വഴിയിലോട്ട് കൊണ്ടുവരണം. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ എല്ലാവരും കളിക്കുന്ന പിള്ളേരൊന്നുമല്ല. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നു, ഇവർ ട്രിപ്പ് അടിക്കുന്നു. ഇവർ പ്ലസ് എനിക്ക് മനസ്സിലായത് അതൊക്കെ തന്നെയാണ്. ഇവർ ഫ്രണ്ട്സിൻ്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്ത് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതേപോലെ എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ DJ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അവർ പങ്കെടുക്കും. അവർ വേറെ വൈബ് പോകുന്നതാണ്. അവർക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ജീവിതത്തിൽ വേറെ തന്നെ ഒരു വഴിയിലൂടെ അവർ പോകുന്നു. കാരണം ഇവർക്ക് ഇതൊക്കെ കിട്ടാതാവുമ്പോൾ, കാരണം ഇവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരച്ച വരയിൽ നിർത്താൻ നോക്കുകയാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അതിനൊക്കെ കുറിച്ച് വലിയൊരു മാറ്റങ്ങൾ തന്നെ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇവർ നമ്മുടെ അടുത്ത് വിചാരിച്ച് നിൽക്കത്തില്ല. കാരണം എല്ലാവരും അവരെ മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. അവർക്ക് എന്താ വേണ്ടത്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിച്ച് സാധിച്ച് കൊടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ അടുത്ത് തന്നെ ഉണ്ടായ ഓരോരോ പ്രശ്നമാണ്. ഒരു 2 പെൺകുട്ടികൾ, അവർ മലപ്പുറത്തുള്ള കുട്ടികളാണ്. അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും എന്തോ വീട്ടിൽ ഇത് ചെയ്ത് കൊടുത്തില്ല, അത് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. കാരണം കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്നുള്ള ആ ഒരു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. പിന്നെ അവരെ എന്താ പറയുക, അവരെ സ്വന്തമായിട്ട് ഒരുപാട് സ്നേഹിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മളൊരിക്കലും അവരെ കൈവിട്ട് പോകരുത്. കാരണം ഒരുപാട് ഭാവിയിൽ ഇനി അവരാണ് വരേണ്ടത്. അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാനുണ്ട്. നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു ജനറേഷനിലെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അവർ വലിയൊരു പ്രശ്നക്കാരൊന്നുമല്ല. അവർക്ക് അവരുടേതായ ഒരു ലോകത്തോടെയാണ് അവർ നടക്കുന്നത്. അത് കൂടുതൽ ശ്രദ്ധിച്ച് അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ മുതൽ അത് തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ സ്കൂൾ മുതൽ അതൊക്കെ തുടങ്ങേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവരെ മനസ്സിലാക്കി അവരെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. പണ്ടുള്ള ഒരു സ്കൂൾ ശൈലി ഇനി ഇവരിലൂടെ അത് പഴയ പോലെ നിൽക്കത്തൊന്നുമില്ല. ഈ പിള്ളേർ പഴയ പോലെ നിൽക്കുന്ന പിള്ളേരൊന്നുമല്ല. എല്ലാവരും പഠിപ്പിച്ചാലും ഇവർ പേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. കാരണം വേറൊരു രൂപത്തിലൂടെ അതെന്താണ് അത് മനസ്സിലാക്കി നമ്മുടെ സ്കൂൾ മുതൽ ഇനി അങ്ങോട്ട് തുടക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെയാണ്. ഈ ഒരു കുട്ടികളെ നമ്മൾ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇവരൊരു പ്രശ്നക്കാരാന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. അവരുടേതായ ഒരു ലോകത്തിലൂടെ അവർ പോകുന്നത്. അത് ശ്രദ്ധിച്ചതിന് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൂടിയാണ്. അതുകൊണ്ട് ഈ ജനറേഷൻ ആരും കളിയാക്കും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു വേണ്ട. അവർക്ക് അവരുടേതായ ഒരുപാട് നല്ല കുട്ടികൾ നാട്ടിലുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്നത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ളത് ഈ 2000 ശേഷം ഉള്ളതാണ്. നമ്മളൊക്കെ 90s ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെയൊന്നും വിചാരിക്കാതെ നമ്മൾ അവരെ കൂട്ടത്തിൽ പെടുത്തുന്ന ഒരാൾക്കാർ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ജനറേഷൻപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളതും ഈ ഒരു 2000 ശേഷം ജനിച്ച പിള്ളേരാണ്. എൻ്റെ ഫ്രണ്ട്സ് ആരും അങ്ങനെ വലിയ പ്രശ്നക്കാർ കാര്യങ്ങളൊന്നുമില്ല. അവരെ സ്നേഹിക്കുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മളൊക്കെ എന്നെയൊക്കെ വലിയ കാര്യമാണ്. ഈ ഒരു ജനറേഷൻപ്പെട്ട കുട്ടികൾ, അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവരൊക്കെ. അതുകൊണ്ട് എല്ലാവരും കളിയാക്കേണ്ട കാര്യമില്ല. എല്ലാ ജനറേഷനും പ്രശ്നങ്ങളുണ്ട്. ഈ 2000 ശേഷം ജനിച്ച പിള്ളേർ മാത്രമൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ തിരിച്ചു വരും. ഇവർ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഇന്ത്യയുള്ള കാലഘട്ടത്തിൽ സമൂഹത്തിലോട്ട് തിരിച്ചു വരും.